പ്രിയമുള്ളവരെ, നമ്മൾ വേസ്പര തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം തിരുസ്വരൂപങ്ങൾ വെഞ്ചരിച്ച് മോണ്ടലത്തിലേക്ക് പ്രധാന വാതിലിൻ്റെ വശങ്ങളിലായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. അത് കഴിഞ്ഞ് വേസ്പര പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വചന സന്ദേശവും നൽകുന്നതാണ്. എല്ലാവരും ഭക്തിപൂർവ്വം ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് പറഞ്ഞാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ ഞങ്ങളും പരിപൂർണരായിരിക്കുമെന്നാണ് ശിതമിശിഹായി. അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് അങ്ങേക്ക് സജീവ സാക്ഷികളായി ജീവിച്ച വിശുദ്ധ അന്തോനിസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സ്വർഗത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥരും ഭൂമിയിൽ ഞങ്ങൾക്ക് മാതൃകകളുമായി നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വിശുദ്ധരുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ വണങ്ങുന്ന ഈ തിരുസ്വരൂപങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. ഇത് വഹിക്കുന്ന ഞങ്ങളെയും അനുഗ്രഹീതരായി തീരട്ടെ. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിച്ച ഈ വിശുദ്ധരെ പോലെ സുവിശേഷ ചൈതന്യത്തിൽ വളർന്നു വരുവാനും മരണശേഷം സ്വർഗത്തിൽ അങ്ങേ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
വന്നൊരു പുണ്യാത്മാ പരിമളരായി വന്നൊരു പുണ്യാത്മാ മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമ്മല ദീപം നീ മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമ്മല ദീപം നീ ഉലയിന്മേൽ വർത്തിന മാതൃക നീ ദൈവമൊഴി ദൈവത്തിൻ പരിമള ഭൂവനേ പരിമളരായി വന്നൊരു പുണ്യാത്മാ പരിമളരായി വന്നൊരു പുണ്യാത്മാ പ്രിയമുള്ളവരെ, വേസ്പര എന്ന് പറഞ്ഞാൽ സായാഹ്ന പ്രാർത്ഥന എന്നാണ്. തിരുനാളോടനുബന്ധിച്ച് തിരുനാൾ ദിവസത്തിൻ്റെ തലേ ദിവസം നമ്മൾ വേസ്പര ദിനമായിട്ടാണ് ആചരിക്കുക. സ്വർഗീയ വിശുദ്ധരെ പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് അവരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഈ തിരുക്രമങ്ങളിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേർന്നുകൊണ്ട് വിശുദ്ധ അന്തോനിസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും മധ്യസ്ഥം വഴി നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ പ്രദേശത്തോടുള്ള നാനാജാതപതസ്ഥരായിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സായാഹ്ന പ്രാർത്ഥനയിലെ തിരുക്രമത്തിൽ ഭക്തിയോടുകൂടി നമുക്ക് പങ്കെടുക്കാം. ഇന്നത്തെ ഈ തിരുക്രമങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് വാർത്തയുടെ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ഷാജു വടക്കൻ അച്ഛനാണ്. തലപ്പാറ കപ്പൂച്ചിൻ ആശ്രമത്തിലെ പുതിയതായിട്ട് ചാർജ് എടുത്ത സുപ്പീരിയർ അച്ഛനും കൂടിയാണ്. നമുക്ക് പരിചിതനായിരുന്ന ബിജു പനംകുളം അച്ഛൻ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയപ്പോൾ അച്ഛൻ്റെ
അതേ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പുതിയതായിട്ട് സുപ്പീരിയറായിട്ട് വന്നിട്ടുള്ള ഷാജു വടക്കനച്ഛനാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും തുടർന്നുള്ള വചന സന്ദേശം നമുക്ക് നൽകുന്നതും. അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഈ തിരുനാളാഘോഷങ്ങളിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസിലൂടെയും വിശുദ്ധ സെബസ്ത്യാനീസിലൂടെയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഈ ഇടവകയിലും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ സമയം നമുക്ക് ഈ വിശുദ്ധരോട് ചേർത്ത് വയ്ക്കാം. അവരുടെ മധ്യസ്ഥം പ്രത്യേകമായി നമുക്ക് അപേക്ഷിക്കാം. അവരുടെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ
നിന്നു നീ രക്ഷിക്കേണേ. രാജ്യവും ശക്തിയും മഹത്വങ്ങളെല്ലാം നിന്റേതാകുന്നു നിത്യം. നിന്റേതാകുന്നു നിത്യം. ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിപ്പൂ. സാദരം ഞങ്ങൾ നിന്നെ പുകഴ്ത്തിയിടുന്നു. ആശ്രയം നൽകി ഞങ്ങളിൽ വാണിടേണം. സന്തതം ഞങ്ങളെ നീ കാത്തിടേണം. ദൈവമേ, ഞങ്ങളെ നീ കാത്തിടേണം. നിത്യവും നിൻ വരങ്ങൾ നൽകിടേണം. ദൈവമേ, ഞങ്ങളെ നീ കാത്തിടേണം. നിത്യവും നിൻ വരങ്ങൾ നൽകിടേണം. നിത്യവും നിൻ വരങ്ങൾ നൽകിടേണം. 57-ാം സങ്കീർത്തനം 2 ഗണമായിട്ട് നമുക്ക് ചൊല്ലാം. ദൈവമേ, ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. ആപത്തുകൊണ്ടിരിക്കുന്നതുവരെ അങ്ങേ ചുവടുകളുടെ കീഴിൽ എന്നെ സംരക്ഷിച്ചുകൊള്ളണമേ. ഉന്നതനായ ദൈവത്തെ ഞാൻ വിളിക്കും, അവിടുന്ന് എപ്പോഴും എന്നെ സഹായിക്കും. സ്വർഗത്തിൽ നിന്ന് നീങ്ങി അവിടുന്ന് രക്ഷിക്കട്ടെ. ദൈവം എന്നെ അനുഗ്രഹിച്ച് തന്റെ വാഗ്ദാനം പൂർത്തിയാകട്ടെ. എന്റെ ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു. ദൈവമേ, ഹൃദയം ഒരുങ്ങി നിൽക്കുന്നു. ഞാൻ പാട്ടുപാടുകയും അങ്ങയുടെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. എന്റെ ആത്മാവേ ഉണരുക, വീടുകളെ കിണറുകളെ ഉണരുകേ. കർത്താവേ, ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ കരുണയും ആകാശം പോലെ വിശാലമാകുന്നു. അങ്ങേ പരമമായ വിശ്വസ്തത വാനോളം ഉയർന്നു നിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ പ്രസാദത്തിനും മനുഷ്യത്തിന്റെ പാപങ്ങളും മോചിതമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ ആരാധ്യമായ തൃത്വ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവേ, വരകുലപാലകനേ, ഞങ്ങളടച്ചിടുമേ. പ്രാർത്ഥന തിരുമുമ്പേ പരിമളമേലും ധൂപം പോം കൈക്കൊണ്ടരുളേണം. പരിമളമേലും ധൂപം പോം കൈക്കൊണ്ടരുളേണം. നിത്യനായ ദൈവമേ, നിത്യവും നീ ഞങ്ങളിൽ കനിവിയങ്ങു ചിന്തിയിടും.
ഉയർത്തേകുന്നു. നീ തന്നെ ആത്മാവിൽ രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥാ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. ജീവിതം നിരന്തരം നീ പാലിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ നിന്നെ ആരാധിപ്പൂ. വിനയമോടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തിയിടുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ സംരക്ഷണവും ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കം. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എനിക്ക് ഉത്തരമരുളേണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിപാലനപൂർവ്വമേ അങ്ങയെ കർത്താവേ, എന്റെ പ്രാർത്ഥന എന്റെ സഹായാനുപരിയായി സ്വീകരിക്കണമേ. എന്റെ നാവികമന്ത്രങ്ങൾക്കും അങ്ങ് കാവൽ നിർത്തണമേ. ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുവാനും ദുഷ്ടരോട് സഹവസിക്കുവാനും അങ്ങനെ അനുവദിക്കരുതേ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പൂശുവാൻ അനുവദിക്കരുതേ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ പ്രവർത്തികളാകുന്നു. അവരുടെ യുക്തികർത്താക്കൾ കരുത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹപൂർണ്ണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം കേൾക്കുമ്പോൾ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. എന്റെ വഴികളെല്ലാം അവിടുന്ന് അറിയുന്നുവല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ
അവരെനിക്ക് കൈകൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി വിളിക്കുവാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. ഞാൻ അങ്ങയെ വിളിച്ചുപേക്ഷിക്കുന്നു, കർത്താവേ എന്നെ അഭയമാണല്ലോ. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രകാശവും നൽകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം സ്തുതിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അദ്ദേഹം 12 വാക്യങ്ങൾ 13 മുതൽ 21 വരെ. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവുകൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, ക്രിസ്തുവത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് വായിക്കുന്നവനായി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് ഈ സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, നിന്ന് കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വച്ചിരിക്കുന്നവനും. വിശികളായിട്ടും സ്നേഹമുള്ള വികാരിച്ച മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നും നാളെയായിട്ട് നമ്മൾ വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തെ നമ്മൾ
കൂടുതൽ മനസ്സിലാക്കുകയാണ് ഈ തിരുനാളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുക. ഓരോ വിശുദ്ധരും ദൈവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ചാലകങ്ങളാണ്. അല്ലെങ്കിൽ ഓരോ വിശുദ്ധരും ദൈവസ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന മാതൃകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഈ വിശുദ്ധരെ വണങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഇവരുടെ മധ്യസ്ഥം പ്രത്യേകമായി യാചിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ വിശുദ്ധരുടെ മധ്യസ്ഥയിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ തിരുനാളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ആഘോഷിച്ചു. എന്നാൽ ഈ വർഷത്തെ തിരുനാളുകൾ തീർച്ചയായിട്ടും പലവിധ കാരണങ്ങളാൽ കോവിഡിൻ്റെ പ്രത്യേകമായ കാരണത്താലൊക്കെ നമുക്ക് വേണ്ട വിധത്തിൽ ആഘോഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ആത്മീയമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരുക്കത്തോടുകൂടി ഈ തിരുനാളിനെ കൊണ്ടുപോകാൻ സാധിക്കും. ബാഹ്യമായ ആഘോഷങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എങ്കിൽ തന്നെയും നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ പരിശോധിക്കുവാനൊക്കെ ആയിട്ട് ഈ തിരുനാളുകളൊക്കെ നമ്മെ കൂടുതലായിട്ട് സഹായിക്കും. ഈ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഒത്തിരി ഇൻ്റർവ്യൂകളൊക്കെ നടക്കുന്ന കാലങ്ങളാണ്. പലരുടെയും ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ പത്രക്കാർ ചെന്ന് മറ്റുള്ളവരെയൊക്കെ അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയും ചോദിക്കുകയും ഇൻ്റർവ്യൂ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു കഥ ഇങ്ങനെയാണ്, ഒരു സാങ്കല്പികമായൊരു കഥയാണ്. ഒരു പത്രപ്രവർത്തകൻ ഒരിക്കൽ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ദൈവത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ പത്രപ്രവർത്തകൻ ദൈവത്തോട് ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അവരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണ്? അപ്പോൾ മനുഷ്യരെക്കുറിച്ച് ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണ് എന്നാണ് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത്. അപ്പോൾ ദൈവം പത്രപ്രവർത്തകനോട് പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം, അവൻ ശിശുവായിരിക്കുമ്പോൾ അവൻ്റെ ചിന്ത അവന് പെട്ടെന്ന് തന്നെ വലുതാകണമെന്നുള്ളതാണ്. നമുക്കറിയാം, ശിശുക്കൾ അവരുടെ ജീവിതത്തിൽ വലിയവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ഒക്കെ അതുപോലെയൊക്കെ വലുതാകണമെന്നുള്ള ചിന്ത എപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതാണ് ശിശുക്കൾക്ക് പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചിന്ത. എന്നാൽ വലുതായി കഴിയുമ്പോൾ വലുതാകുന്ന ആൾക്കാർ ശിശുക്കളെ ആകണം അല്ലെങ്കിൽ യുവാക്കളെ പോലെ ആകണം എന്നുള്ള ചിന്തയാണ് അവിടുന്ന് അവർക്ക് കടന്നു വരിക. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക എന്ന്. രണ്ടാമത്തെ കാര്യം പറയുക, പണമുണ്ടാക്കുവാനായിട്ട് മനുഷ്യൻ തൻ്റെ ആരോഗ്യവും എല്ലാം മറന്നുകൊണ്ട് അതിനുവേണ്ടി കൂടുതലായിട്ട് അധ്വാനിക്കുന്നു. എന്നാൽ പണമുണ്ടാക്കി കഴിഞ്ഞാൽ ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് അത് മുഴുവൻ ചെലവാക്കുന്നു. അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് ചിലപ്പോഴൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ പെട്ടെന്ന് കാണുവാൻ സാധിക്കുക എന്നാണ് ദൈവം പറയുക. മൂന്നാമത്തെ കാര്യം, ഭാവിയെക്കുറിച്ച് അധികം ഉത്കണ്ഠയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ വർത്തമാനകാലങ്ങളിൽ അവന് ജീവിക്കാൻ സാധിക്കാതെ വരുന്നു. ഒപ്പം തന്നെ ഭാവിയിൽ അവന് വേണ്ടത്ര രീതിയിൽ മുന്നേറുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ഉത്കണ്ഠയും വലിയ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വലിയൊരു ആകുലതയും എപ്പോഴും കാണുന്നു എന്നാണ് ദൈവം പറയുക. നാലാമത്തെ കാര്യം പറയുക, ഒരു മനുഷ്യൻ ഒരിക്കലും മരിക്കില്ല എന്ന് കരുതി അവൻ ജീവിക്കുന്നു. എന്നാൽ അവൻ മരിക്കുമ്പോൾ ജീവിച്ചിരുന്നില്ല എന്ന വിധത്തിലാണ് അവൻ മരിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഈ ജീവിതക്രമങ്ങളെ വലിയ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ കൂടുതൽ അമ്പരപ്പിക്കുന്നതായിട്ട് കാണുകയാണ്. വിശുദ്ധരുടെ ജീവിതമൊക്കെ നമ്മോട് പറയുക, അവരൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവർ ഈ ഭൂമിയിൽ
ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഭാഗമാക്കുവായിട്ട് മാറി അവർ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെയൊക്കെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അവരെ നല്ല രീതിയിൽ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട പ്രത്യാശയും പ്രതീക്ഷയൊക്കെ നൽകി അവരെ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്ത മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ വിശുദ്ധരെ തീർച്ചയായിട്ടും നമ്മൾ കാണുക ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിട്ടാണ്. ദൈവം അവരിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തെ പഠിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അവരുടെ ജീവിത മാതൃക നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈ വിശുദ്ധരുടെ ജീവിത മാതൃക വലിയ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനസിൻ്റെയൊക്കെ ജീവിതം വലിയ ധീരതയുടെ ഒരു ജീവിതമായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടത് ധനികൻ്റെ പോഷത്തെക്കുറിച്ചാണ്. ധനികൻ ഒത്തിരി തൻ്റെ ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ വാരിക്കൂട്ടി അവരോട് പറയുക, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ ഇതൊക്കെ ആരുടേതാകും. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ എപ്പോഴുമുള്ള മനസ്സിൻ്റെ ഒരു ചിന്ത കൂടുതൽ സമ്പാദിക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ദൈവം പറയുക, ഈ സമ്പാദ്യങ്ങളൊക്കെ നിനക്ക് അനുഭവിക്കാനായി സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നിനക്ക് പ്രയോജനം? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. എങ്ങനെയൊക്കെ സമ്പാദിക്കണം, എങ്ങനെയൊക്കെയാണ് എനിക്ക് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരുവാൻ സാധിക്കുക, എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ കൂടുതൽ സന്തോഷകരമായിട്ട് ജീവിതത്തെ നയിക്കുവാൻ സാധിക്കുക. അപ്പോൾ എന്തുമാത്രം സമ്പത്താണോ അത്രമാത്രം സന്തോഷം കിട്ടുമെന്നുള്ള ചിന്തയിലാണ് ചില മനുഷ്യരൊക്കെ ഓടിയുക, അല്ലെങ്കിൽ അവർക്ക് അതാണ് അവരുടെ ജീവിതത്തിൽ പ്രാമുഖ്യം കൊടുക്കുക. അപ്പോഴാണ് ദൈവം ഈ ഒരു കാര്യം പറയുക. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ധനികൻ്റെ ജീവിതത്തിൽ അവൻ സ്വയം പര്യാപ്തതയുള്ള ഒരു സുരക്ഷിതമാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ എല്ലാം തികഞ്ഞവനായിട്ട് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നുള്ള ഒരു വലിയൊരു സുരക്ഷിതത്വം ചിലപ്പോഴൊക്കെ ചിലരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ദൈവം പറയുക, ഇന്ന് നിൻ്റെ ആത്മാവിനെ എടുത്താൽ ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ നിനക്കൊരു രോഗമുണ്ടായാൽ, നിൻ്റെ ജീവിതത്തിൽ വലിയ ആപത്തുകളൊക്കെ കടന്നു വന്നാൽ എന്തൊക്കെയാണ് നിനക്ക് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ സുരക്ഷിതത്വം തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണെന്നുള്ള ചിന്തയാണ് നൽകുക. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമുക്കും കൂടുതൽ സുരക്ഷിതത്വം ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് കഴിയുക. മൂന്നാമത്തെ കാര്യം നമുക്ക് കാണാൻ സാധിക്കുക അത്യാഗ്രഹമാണ്. എന്തുമാത്രം കിട്ടിയാലും മതി വരുന്നില്ല എന്നുള്ളൊരു ചിന്ത. ചിലപ്പോഴൊക്കെ നമുക്ക് കാണാറുണ്ട്, ഒരു വീട്ടിൽ ഒരു പക്ഷേ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു, അത് വാങ്ങിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് കാറ് വേണം, കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു കാറ്. അങ്ങനെ ജീവിതത്തിൽ എന്തുമാത്രം കിട്ടിയാലും തൃപ്തി വരാത്ത മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ആവശ്യങ്ങൾ അല്ല അത്യാവശ്യങ്ങളാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അത് ജീവിതത്തിൽ വേണ്ടത്ര നല്ല രീതിയിൽ അത് നമുക്ക് ഉൾക്കൊള്ളുവാനായി സാധിക്കില്ല. അപ്പോൾ അത്യാവശ്യങ്ങളെല്ലാം ആവശ്യങ്ങളുമല്ല അത്യാഗ്രഹങ്ങളായിട്ട് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക കൂടുതൽ സന്തോഷത്തിന് ആയിട്ട് അല്ലെങ്കിൽ തിന്നുകുടിച്ച് ആനന്ദിക്കുന്നതായിട്ട് ചില വ്യക്തികളുടെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. ഈ ദിവസങ്ങളിലെ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചിലരൊക്കെ ഓരോ വീട്ടിൽ ചെന്ന് മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ അപായപ്പെടുത്തുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുക അതൊക്കെ വലിയ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുക. ജീവിതത്തിൽ ആർഭാടങ്ങൾ കൂടുതൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള തിന്മകൾ ചിലപ്പോഴൊക്കെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് കടന്നു വരും. അപ്പോൾ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ ഹനിക്കുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടുതൽ ദുഃഖങ്ങൾ കൊടുക്കുന്ന, ജീവൻ തന്നെ വില കൽപ്പിക്കാതെ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ആർഭാട ജീവിതം തീർച്ചയായിട്ടും ജീവിതത്തെ എപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റുകയും
നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തെ അത് കൂടുതൽ ദുഃഖത്തിലേക്കും അതുപോലെ തന്നെ വിഷമങ്ങളിലേക്കൊക്കെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നിരീശ്വരത്തിൻ്റെ ഒരു പ്രാധാന്യം ചിലപ്പോഴൊക്കെ ഈ സമ്പത്ത് ജീവിതത്തിൽ കൂടുമ്പോൾ ചിലപ്പോഴൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ സമ്പത്ത് കിട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ ദൈവത്തിലേക്ക് അടുക്കുക, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആണ് ഇതൊക്കെ തന്നത് എന്നുള്ള ചിന്ത നമ്മൾ മാറിപ്പോവുകയാണ്. നമുക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്, ദൈവമാണ് നമ്മളെ പരീക്ഷിക്കുന്നത്, ദൈവമാണ് തന്നെ സഹായിക്കുന്നത്, ദൈവമാണ് നമ്മളെ കൊണ്ടുപോകുന്നുള്ള ചിന്തയിൽ നമ്മൾ മാറിപ്പോകുന്നു. കൂടുതൽ ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ഇനി പള്ളിയിലൊന്നും പോകണ്ട, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയിലേക്ക് നമ്മൾ കൂടുതൽ പോകുകയാണ്. കാരണം നമ്മൾ സമ്പത്തിലുള്ള സുരക്ഷിതത്തിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടുകയാണ്. എന്നാൽ സമ്പത്തൊക്കെ ദൈവമാണ് എനിക്ക് തന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചത് എന്ന് ചിന്തിക്കുവാനായിട്ട് ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നു. അങ്ങനെ നിരീക്ഷണത്തിലേക്കൊക്കെ നമ്മൾ മാറിപ്പോവുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരിപാലിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് നമ്മളെ നയിക്കുന്നതൊക്കെ ചിന്തിക്കുവാനുള്ള ഒരു വലിയ അവസരമാണ് ഈ തിരുനാളുകളൊക്കെ നമുക്ക് നൽകുക. കാരണം വിശുദ്ധരുടെ മാതൃക നമ്മൾ വീണ്ടും അതിലൂടെ മനസ്സിലാക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബംഗ്ലാദേശ് മ്യാൻമാർ സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പത്രപ്രവർത്തകർ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പാപ്പയുടെ പ്രസംഗങ്ങളിൽ കൂടുതൽ പറയുന്നത് ഈ മതസംവാദത്തെക്കുറിച്ചാണ്. മതസംവാദമാണ് കൂടുതൽ ഓരോരുത്തരുടെയും സമാധാനത്തിലേക്ക് നയിക്കുക എന്ന്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പാപ്പ അവരോട് ഒരു വ്യക്തി പാപ്പയോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് ഇങ്ങനെ ഈ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു മതസംവാദം ഏറ്റവും നല്ലതാണ്, അത് സമാധാനത്തിലേക്കൊക്കെ ആളുകളെ നയിക്കുമെന്ന്. എന്നാൽ ഏതാണ് കൂടുതൽ ഉത്തമമായത്? മതസംവാദം നടത്തുകയാണോ അതോ സുവിശേഷം പ്രഘോഷിക്കുകയാണോ? ഏതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്? ഏതാണ് കൂടുതൽ ജീവിതത്തിൽ നമ്മൾ നിർവർത്തിക്കേണ്ടത്? ഏതാണ്? അപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്. ഒരിക്കൽ യുവാക്കളുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു യുവാക്കളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി. യുവാക്കൾ ഒരുമിച്ച് വൈകുന്നേരം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അതിലൊരു യുവാവ് ഈ മാർപ്പാപ്പയോട് ചോദിച്ചു, എനിക്ക് ഒരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്, അല്ലെങ്കിൽ എനിക്ക് എല്ലാം നല്ലൊരു കൂട്ടുകാരനാണ്, എന്നാൽ അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അപ്പോൾ ഞാൻ ഈ കൂട്ടുകാരന് എന്തുപദേശമാണ് കൊടുക്കേണ്ടത് എന്ന് ഒരു യുവാവ് മാർപ്പാപ്പയോട് ചോദിക്കുകയാണ്. അപ്പോൾ മാർപ്പാപ്പ ആ യുവാവിനോട് പറയുന്നുണ്ട്, നീ ഒരു ഉപദേശവും കൊടുക്കണ്ട, നീ ഇത്രമാത്രം ചെയ്യുക, നിൻ്റെ ജീവിതത്തിൽ നീ ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നിനക്ക് കഴിയണം, നീ അതിനുവേണ്ടിയാണ് നീ പരിശ്രമിക്കുന്നത്, നിൻ്റെ ജീവിത മാതൃകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടുതൽ ഈശ്വരനിലേക്ക് അടുപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് മാർപ്പാപ്പ യുവാവിന് കൊടുക്കുക. കാരണം ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെയാണ് ദൈവത്തെ കൂടുതൽ പ്രഘോഷിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഈശോയുടെ ആ വലിയ കാരുണ്യവും ഈശോയുടെ വലിയ സ്നേഹവും അതുപോലെ തന്നെ പാപങ്ങളോടുള്ള കരുതലും കരുണയും ഒക്കെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള വലിയൊരു മനസ്സുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരും ഓരോ സുവിശേഷമായിട്ട് മാറുക, ഓരോ സുവിശേഷത്തിൽ നമ്മൾ ജീവിതത്തിൽ നയിക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ അതാണ് മാർപ്പാപ്പ യുവാവിന് നൽകിയ ഉപദേശം. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഈ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേകമായ ആ ഒരു തിരുനാൾ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കുമ്പോൾ അന്തോണീസ് പുണ്യവാനിൽ
നിറഞ്ഞിരുന്ന ഒരു ഗുണം എന്നുള്ളത് അദ്ദേഹം വലിയ എളിമയുടെ ഒരു വക്താവായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള വലിയൊരു സന്നദ്ധത എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കും ഈ വിശുദ്ധരുടെ പ്രത്യേകമായി മാധ്യസ്ഥം യാചിക്കാം. ധീരനായ ഒരു പടയാളി അതായിരുന്നു വിശുദ്ധ അന്തോണീസും വിശുദ്ധ സെബസ്ത്യാനോസും. ധീരനായ പടയാളി എന്ന് പറയുമ്പോൾ നമുക്ക് ധീരത എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുക? ഈ വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക, മൊറോക്കോയിലേക്ക് പോയ ഫ്രാൻസിസ്കൻ സന്യാസിമാർ അവർ മുസ്ലിമുകളാൽ വധിക്കപ്പെട്ടു. കാരണം അവർ സമാധാനത്തിന് വേണ്ടി അവിടേക്ക് പോയതായിരുന്നു. പക്ഷേ അവർ മുസ്ലിമുകളാൽ വധിക്കപ്പെട്ടു എന്ന് വാർത്ത അറിഞ്ഞിട്ട് ഈ വിശുദ്ധ അന്തോണീസ് ഫ്രാൻസിസ്കൻ സഭയിൽ വീണ്ടും ചേരുകയാണ്. അദ്ദേഹം അഗസ്റ്റീനി സഭയിലായിരുന്നു. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് അത്രമാത്രം ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ കൊടുക്കുവാനായിട്ട്, ബലി കഴിക്കുവാനായിട്ട് അദ്ദേഹം മനസ്സാകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്രമാത്രം ധീരത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവൻ വരെ കൊടുക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം 36-ാമത്തെ വയസ്സിൽ മരിച്ചു. എങ്കിലും ഈ വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതം വലിയ, നമുക്കറിയാം ഈ കേരളത്തിലൊക്കെ ഒത്തിരി അത്ഭുത പ്രവർത്തകനായിട്ടാണ് വിശുദ്ധ അന്തോണീസ് അറിയപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഉള്ള വലിയൊരു നന്മയായിട്ട് രൂപപ്പെടുമ്പോഴാണ് അത് ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹമായി മാറുക. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അത്ഭുതങ്ങൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബങ്ങളിലായാലും നമ്മുടെ ഓരോ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ സ്നേഹത്തിലൂടെയൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും വിശുദ്ധരെ പോലെ കൂടുതൽ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അതുപോലെ തന്നെ ഓരോ വിശുദ്ധരും ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ചൂണ്ടുവലകളാണ്. നമുക്കറിയാം ഈ വഴികളിലൊക്കെ നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഓരോ ചൂണ്ടുവലകളും നമ്മളെ എത്തിക്കുക ലക്ഷ്യസ്ഥാനത്തിലേക്കാണ്. അപ്പോൾ വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിലേക്കാണ് അവരുടെ ഓരോ ചലനവും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അത്രമാത്രം ദൈവത്തെ ജീവിതത്തിൽ ചേർത്ത് നിർത്തിയ വ്യക്തികളായിരുന്നു വിശുദ്ധർ. അപ്പോൾ ദൈവത്തിൻ്റെ മൂല്യങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തോട് ചേർത്ത് വെച്ച വിശുദ്ധരുടെ ജീവിത മാതൃക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അത് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അത്രമാത്രം ജീവിതത്തിൽ തീഷ്ണതയോടുകൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കുവാനായിട്ട് വിശുദ്ധരുടെ മാതൃക നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ വിശുദ്ധരുടെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കുക, ജീവിതത്തിൽ മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത വ്യക്തികളായിരുന്നു. മറ്റുള്ളവരുടെ സഹനങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാനായിട്ട്, അവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കുവാനായിട്ടൊക്കെ ഈ വിശുദ്ധരുടെ ജീവിതം തീർച്ചയായിട്ടും അവർ അതിനുവേണ്ടി ജീവിതത്തെ വിനിയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതവും ഈ വിശുദ്ധരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ ചേർത്ത് നിൽക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ബലിയായി കൊടുക്കുവാനായിട്ട്, അപ്പോഴാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മകൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുക. നമ്മുടെ കുടുംബങ്ങളിലായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ അധ്വാനിക്കുന്നു, മക്കൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ജീവിതത്തിൽ ഒത്തിരി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഒത്തിരി ത്യാഗങ്ങൾ എടുക്കുന്നു, ഭർത്താവിന് വേണ്ടി ഭാര്യ ത്യാഗങ്ങൾ എടുക്കുന്നു. അങ്ങനെ പരസ്പരം നമ്മൾ ത്യാഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാകുക. അതാണ് ഓരോ വിശുദ്ധരുടെയും ജീവിത മാതൃക നമുക്കും കാണിച്ചു തരിക. ദൈവത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു, ദൈവത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ സ്നേഹത്തിൽ വർത്തിക്കുന്നു. ഈശോ പറയുന്നില്ലേ, നിങ്ങൾ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുരിശുകളും നമുക്ക് ദൈവത്തിൻ്റെ വലിയ കരങ്ങളിൽ വെച്ച് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം എല്ലാം സ്വീകരിക്കും. നമ്മളും ആ ദൈവത്തിലേക്ക് അടുക്കുവാനും
ദൈവത്തിൻ്റെ വഴികളെ പിന്തുടരുവാനൊക്കെ നമുക്കും സാധിക്കട്ടെ. പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഈ വിശുദ്ധരുടെ എല്ലാവിധ തിരുനാളിൻ്റെ ആശംസകളും മംഗളങ്ങളും അർപ്പിക്കുന്നു. ഈ വിശുദ്ധരുടെ മാതൃക നമ്മുടെ ജീവിതത്തെയും പ്രത്യേകമായി അനുഗ്രഹിക്കുകയും പ്രത്യേകമായി ശക്തിപ്പെടുത്തുകയും ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടുകൂടി പടപൊരുത്തുന്ന പടയാളികളായിട്ട്, യേശുവിൻ്റെ പടയാളികളായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് ഇവരുടെ ധീരതയും മാതൃകയും നമ്മെ പ്രത്യേകമായി സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് കാർസ പ്രാർത്ഥനയിൽ പത്യപൂർവ്വം പങ്കെടുക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ക്രിസ്തീയ സഭയുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും പ്രത്യേകമായി ഞങ്ങളുടെ സമൂഹത്തെയും പരിപാലിച്ച് അനുഗ്രഹിക്കുകയും അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെടുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചുവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ വൈദികർക്കും ശമാശന്മാർക്കും മറ്റു വിശ്വാസികൾക്കും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ ആദിയായവർക്കും വേണ്ടിയും മരിച്ചുപോയ സകല വിശ്വാസികൾക്കു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സുഖവും ആസന്നമരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്നും ആത്മീയമോ ശാരീരികവുമായ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളാഘോഷങ്ങളുടെ വിജയത്തിനായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നിത്യദൈവമേ, പരിശുദ്ധൻ നിത്യദൈവമേ, ഈതനായ വിശ്വേശ്വരനിൽ വാണിടും മഹേശ്വര, നിൻ വരങ്ങൾ തൂകണേ.
നിൻ കടാക്ഷമേകണമേ. നിൻ വരങ്ങൾ തോന്നണേ. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ തുടരാതെ ദൈവത്തിൻ പരിമള ഭൂവനിൽ പരിമളയായി വന്നൊരു പുണ്യാത്മാ. പരിമളയായി വന്നൊരു പുണ്യാത്മാ. മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമ്മല ദീപം നീ. ധരയിന്മേൽ വത്തിനു മാതൃക നീ. വിനയമുടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തുണയും സങ്കേതവും ദുഷ്ടസൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് നിഷ്കളങ്കരായി ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവരും ഹൃദയപൂർവ്വം അവിടുത്തെ അന്വേഷിക്കുന്നവരും ഭാഗ്യവാന്മാരാകുന്നു. അവർ ദുഷ്ടത പ്രവർത്തിക്കാതെ അങ്ങേ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങേ നിയമങ്ങളെല്ലാം പാലിക്കണമെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങേ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ എന്റെ മാർഗങ്ങൾ ക്രമപ്പെടുത്തണമേ. അങ്ങേ കൽപ്പനപ്രകാരം ജീവിച്ചാൽ ഞാൻ ഒരിക്കലും നിരാശനാവുകയില്ല. അങ്ങേ ദേവവിധികൾ പഠിക്കുമ്പോൾ നിഷ്കപടരാമായി ഞാൻ അങ്ങയോട് നന്ദി പറയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷ നിർഭരമായ പ്രഭാതവും സൽപ്രവൃത്തി നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അങ്ങയുടെ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മാറിയോസ് പിതാവിന്റെയും മറ്റു വിശുദ്ധരുടെയും പ്രത്യേകമായി വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സുഹൃതങ്ങൾ പരിഗണിച്ച് ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് മനോജ്ഞമായ അങ്ങേ പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധരുടെ പ്രത്യേകമായ മാധ്യസ്ഥവും നമ്മോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും ഈ ഇടവകയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മുട്ടുകുത്തി പരിശുദ്ധ കുർബാനയുടെ സമാപനാശീർവാദമാണ്. എല്ലാവരും മുട്ടുകുത്തി.
പരനു വിമോചനമേകിടുവാൻ ധരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ ഉയർത്തിടുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളിൽ മർദ്ദനം അനുഭവിക്കുന്ന സഹോദരനെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും അവിടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ അതിരൂപതയെയും ഞങ്ങളുടെ ഈ ഇടവകയെയും ഈ ഇടവകയിലെ ഓരോ സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും ഐശ്വര്യപൂർണ്ണമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധരായ വൈദികരെയും തീക്ഷ്ണതയുള്ള സന്യാസിനികളെയും ചൈതന്യം നിറഞ്ഞ ആത്മായ പരിശുദ്ധരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് സുഖവും ആസന്നമാണവർക്ക് സമാധാനവും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് മോചനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം പുലർത്തണമെന്നും യുവതി യുവാക്കന്മാരെ പരിശുദ്ധരായി പരിപാലിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകാവസാനം വരെ മനുഷ്യരോട് കൂടെ ജീവിക്കുവാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാരുണ്യവനായ കർത്താവേ, ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുന്ന ഈശോ കാരുണ്യപൂർവ്വം ഞങ്ങളെ ആശീർവദിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്നാവിധവാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമൊപ്പം നീ.
വാഴ്ത്തിടുവിൻ സ്വർഗത്തിൽ നിന്നാവിധമാ ജീവൻ നൽകുമൊരപ്പം നീ ഭക്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ ദിവ്യദിനത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ സ്വർഗത്തിൽ നിന്നാവിധമാ ജീവൻ നൽകുമൊരപ്പം നീ ഭക്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സർവേശാവിന്റെ കടാക്ഷം തൂകണമേ വത്സലസുതനേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാവൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ വേദത്തിൽ വാഴരുളും മിശിഹായി വാഴ്ത്തിടുവിൻ രക്ഷകനാം മിശിഹാതൻ ദിവ്യനിലം വാഴ്ത്തിടുവിൻ വരനിരയായൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ മറിയത്തിൻ നിർമ്മലമാ ദൈവവും വാഴ്ത്തിടുവിൻ സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാ കുഞ്ഞ
മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതിനും ആരാധനയും സ്തുതിഘോഷമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതിനും ആരാധനയും സ്തുതിഘോഷമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതിനും ആരാധനയും സ്തുതിഘോഷമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വേസ്പര തിരുക്രമങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായ ഭാഷയിലും ശൈലിയിലും നല്ലൊരു വചന സന്ദേശം നൽകുകയും ചെയ്ത സ്നേഹബഹുമാനപ്പെട്ട ഷാജു വടക്കനച്ചന് ഇടവക സമൂഹത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അച്ഛന് തിരുനാളിൻ്റെയും മംഗളങ്ങളുടെ സ്നേഹപൂർവ്വം എല്ലാവരുടെയും പേരിൽ ആശംസിക്കുകയും ചെയ്യുന്നു. നാളെയാണ് നമ്മുടെ തിരുനാൾ ദിനം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രധാന തിരുനാൾ നമ്മൾ നാളെയാണ് ആഘോഷിക്കുന്നത്. രാവിലെ 6:45 ഒരു വിശുദ്ധ കുർബാനയുണ്ട്. തുടർന്ന് അമ്പ് എഴുന്നള്ളിപ്പ് നേർച്ച നടത്തുവാനായിട്ട് സമയമുണ്ട്. താല്പര്യമുള്ളവർ വേണ്ട രീതിയിൽ ഒരുങ്ങി വന്ന് കോവിഡിൻ്റെ നിയന്ത്രണങ്ങളും നിബന്ധനകളൊക്കെ കർശനമായിട്ടും പാലിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കാൻ പരിശ്രമിക്കുക. ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ട് കുർബാന രാവിലെ 10 മണിക്കാണ് ബഹുമാനപ്പെട്ട MCBS സഭ അംഗമായ കോഴിക്കോട് പ്രൊവിൻസിൻ്റെ അംഗമായ നവവൈദികനും കൂടിയായ ബഹുമാനപ്പെട്ട ജോസഫ് ചെറിയിൽ അച്ഛനാണ് നമുക്ക് വേണ്ടി തിരുനാൾ പാട്ട് കുർബാന അർപ്പിച്ച് നമ്മുടെ ഈ തിരുനാളിൽ വഴി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനോട് തുടർന്നുള്ള ദിവ്യബലി മധ്യേയുള്ള വചന സന്ദേശവും നൽകുന്നതും മറ്റൊരു നവവൈദികരാണ്. ചെറിയിൽ അച്ഛനോടൊപ്പം വൈദിക പട്ടം സ്വീകരിച്ച കണ്ണൂർ സ്വദേശിയായ കോഴിക്കോട് പ്രൊവിൻസിന് വേണ്ടി തന്നെ MCBS ദിവ്യകാരുണ്യ സഭയിലെ കോഴിക്കോട് പ്രൊവിൻസിലെ അംഗവും കൂടിയായ ബഹുമാനപ്പെട്ട ജോജിത്ത് അച്ഛനാണ്, മൂലയിൽ അച്ഛനാണ് നമുക്ക് വേണ്ടി വചന സന്ദേശം നൽകുക. ഇതിലെ തിരുക്രമങ്ങളിലെല്ലാം എല്ലാവരും പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം തിരുനാൾ ദിവസമായതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും കൂടി മൂന്നാമത് ഒരു കുർബാന കൂടി നാളെ അർപ്പിക്കപ്പെടുന്നുണ്ട്, വൈകിട്ട് 4:30 മണിക്ക്. അപ്പോൾ രാവിലെ മുതൽ കുർബാനയുടെ സമയം ഒഴികെയുള്ള മറ്റ് സമയങ്ങളിൽ വൈകിട്ട് 4:30, 5 മണി, 6 മണി വരെയും അമ്പ് എഴുന്നള്ളിച്ച് നിൽക്കുന്ന നേർച്ച നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നിബന്ധനകൾ പാലിച്ച് കൃത്യമായി പാലിച്ചുകൊണ്ട് അതിന് പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകിട്ട് 4:30 മണിക്ക് വീണ്ടും ഒരു വിശുദ്ധ കുർബാന നമുക്കുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മുടെ തിരുനാളിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള കൊടിയിറക്കം കർമ്മം നടത്തുന്നത്. അതോടുകൂടി നമ്മുടെ തിരുനാൾ ഈ വർഷത്തേത് ഈ പറഞ്ഞ രീതിയിൽ, ലളിതമായ രീതിയിൽ, എന്നാൽ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമാവുകയാണ്. എല്ലാവരും ഇനിയുള്ള പരിപാടികളിൽ തിരുക്കർമ്മങ്ങളിലുമൊക്കെ ഭക്തിപൂർവ്വം കൂടുതൽ ആളുകളെ പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിൽ, നാളെ ഞായറാഴ്ചയും കൂടിയാണ്, തിരുനാൾ ദിവസവും കൂടിയാണ് എന്ന കാര്യം ആരും മറക്കാതിരിക്കുക. നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 100 പേര് പള്ളിയകത്തും പുറത്തും 200 പേരോളം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നതും ആളുകൾ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ഒപ്പം മുൻകൂട്ടി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ 10 മണിക്കുള്ള ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയുടെ മധ്യേ കാഴ്ച സമർപ്പണം നടത്തേണ്ടത് സെൻറ്റ് സെബാസ്റ്റ്യൻ, സെയിൻറ്റ് ആൻ്റണി കുടുംബ യൂണിറ്റിൽ നിന്നുള്ളവരും ഓരോ വ്യക്തികൾ മതി. അതുപോലെ തന്നെ എത്ര വീടുകളുണ്ടോ ആ ഓരോ വീടുകളിൽ നിന്നും ഓരോരുത്തർ വീതം. അതുപോലെ സെബസ്ത്യാനോസിൻ്റെയും അന്തോനിസിൻ്റെയും പേരുള്ളവരും നാളത്തെ ദിവ്യബലി മധ്യയുള്ള കാഴ്ച സമർപ്പണത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ യൂണിറ്റിലെയും ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ വ്യക്തികളും, പിന്നെ സെബാസ്റ്റ്യൻ, ആൻ്റണി പേരുള്ളവർ.